ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പേജസ് ഓഫ് വണ്ടർ എന്നുള്ള യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് ദ കളർഫുൾ ട്രഷർ എന്നുള്ള പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പേജസ് ഓഫ് വണ്ടർ. വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത്ഭുതം അല്ലേ? അപ്പോൾ പേജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പുസ്തകത്തിൻ്റെ പേജാണ്. അപ്പോൾ പേജുകളുടെ അത്ഭുത ലോകത്തിലേക്കാണ് നമ്മളിവിടെ പോകുന്നത്. ഇവിടെ ഒരു പിക്ചർ നോക്കൂ കുട്ടികളെ. 3 കുട്ടികൾ ഒരു ബുക്സ് വായിക്കുകയാണ് അല്ലേ? അതിൻ്റെ ചുറ്റും 2 ഏഞ്ചൽസ് പോകുന്നുണ്ട്. ഒരു മായാലോകത്തിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്. അഥവാ ബുക്ക് വായനയിലൂടെ മായാലോകത്തേക്ക് പോകുന്നതാണ് ഇവിടെ മെസ്സേജ് ആയിട്ട് തരുന്നത്. ഇവിടെ നോക്കൂ, എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്. എന്താണ് ഒരു ബുക്ക് എന്ന് പറയുന്നത്? ഒരു സ്വപ്നമാണല്ലേ? എപ്പോഴാണ് അത് നിങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴാണ് അതൊരു സ്വപ്നമായിട്ട് മാറുന്നത്. നെയിൽ ഗൈമൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഡോർവേ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ബിലോ. താഴെയുള്ള പിക്ചർ എന്താണ്? 3 കുട്ടികൾ ഇരുന്നിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ആ കുട്ടികൾ ചെയ്യുന്നത്? ദ ചിൽഡ്രൻ ആർ റീഡിങ് ബുക്ക്. എന്താണ്? കുട്ടികൾ ബുക്സ് വായിക്കുകയാണ്. വാട്ട് ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണോ എന്നാണ് ചോദിക്കുന്നത്. ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ആണ് എന്ന് എഴുതാം, അല്ലെങ്കിൽ അല്ല എന്ന് എഴുതാം. ഇവിടെ ആണ് എന്നുള്ള ഉത്തരമാണ് എഴുതിയിട്ടുള്ളത്. യെസ്, ഐ ലൈക്ക് റീഡിങ് ബുക്സ്. എനിക്ക് ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? ഏതാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്റ്റോറി ബുക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോറി ബുക്സ് ഉണ്ട്. നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ബുക്കിൻ്റെ പേര് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് വിംബിക്കിഡ്. വിംബിക്കിഡ് എന്ന് പറയുന്ന ഫേവറേറ്റ് ബുക്കാണ് എനിക്ക് ഇഷ്ടമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെയും ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്സ് നിങ്ങൾക്ക് അവിടെ എഴുതാം. ഡ്രോ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂണിലെയോ സ്റ്റോറി ബുക്കിലെയോ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൻ്റെ പിക്ചർ നിങ്ങളുടെ അടുത്ത് ഈ സ്പേസിൽ വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് വരക്കുക, അതിൻ്റെ കൂടെ അത് കളർ കൊടുക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ദ കളർഫുൾ ട്രഷർ എന്നതാണ് നമ്മുടെ പാഠഭാഗം. ഡിസ്കവർ ദ ജോയ് ഓഫ് റീഡിങ്, ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. എന്താണ്? വായനയുടെ ആ ഒരു മധുരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഡിസ്കവർ ചെയ്യുക, നിങ്ങളത് നന്നായിട്ട് ഉപയോഗിക്കുക. അതെന്ത് ചെയ്യും നമ്മളെ? ഇറ്റ് വിൽ ട്രാൻസ്ഫോം യുവർ വേൾഡ്. നിങ്ങളുടെ ലോകത്തെ തന്നെ അതിന് മാറ്റിമറിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു കോഴ്സ്. അപ്പോൾ വായനയെ കുറിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് പാഠം വായിച്ചു നോക്കാം. ദ കളർഫുൾ ട്രഷർ എന്നുള്ളതാണ്. ട്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിധി എന്നാണ് അർത്ഥം. നിധി. കളർഫുൾ എന്ന് പറഞ്ഞാൽ വൈവിധ്യമായിട്ടുള്ള, അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക. വ്യത്യസ്തമായിട്ടുള്ള ഒരു നിധിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ടിയേഴ്സ് ആൻഡ് ജോയ്. അവിടെ ആദ്യത്തെ ഭാഗം ടിയേഴ്സ് ആൻഡ് ജോയ് എന്നുള്ളതാണ്. ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം. അപ്പോൾ കണ്ണുനീരും സന്തോഷവും നിറഞ്ഞതാണ് 1ാമത്തെ ഭാഗം. നമുക്ക് വായിക്കാം. ഇൻ എ ഫാർ എവേ വില്ലേജ് ദ ചിൽഡ്രൻ നെവർ വെന്റ് ടു സ്കൂൾ. എന്താണ്? വില്ലേജിൻ്റെ ഒരുപാട് ദൂരത്തേക്കുള്ള ഒരു സ്ഥലത്ത് അവിടെ എന്താണ്? കുട്ടികളൊന്നും ഇതുവരെയും സ്കൂളിലേക്ക് പോയിട്ടില്ല. ദേ ഓൾവേസ് വാണ്ടേർഡ് ഹിയർ ആൻഡ് ദർ. വാണ്ടേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലഞ്ഞു തിരിയുക എന്നാണ് അർത്ഥം. ഓക്കെ, വാണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിയുക. അപ്പോൾ അവിടെ എന്താണ്? കുട്ടികൾ എപ്പോഴും അവിടെയും ഇവിടെയും, ഹിയർ ആൻഡ് ദർ എന്ന് പറഞ്ഞാൽ ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിയാണ് ചെയ്യാറ്. ദ ലീവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. അവരൊരു ഗാർബേജ് ഡംപിൻ്റെ അടുത്തായിട്ടാണ് അവർ ജീവിക്കുന്നത്. ബ്രൈറ്റ് കളേഴ്സ് പീക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്, crumbled papers, shiny bottles and a tattered clothes സ്കാറ്റേർഡ് എവ്രിവെയർ. അപ്പോൾ അവിടുന്ന് ആ ഒരു ബ്രൈറ്റ് കളേഴ്സ് എപ്പോഴും അവരെങ്ങനെ ഉറ്റു നോക്കുമായിരുന്നു. ആ ട്രാഷിലുള്ള അതിൽ നിന്നുള്ള ബ്രൈറ്റ് കളേഴ്സൊക്കെ അവരെങ്ങനെ എത്തി നോക്കുമായിരുന്നു. അതിലെന്തൊക്കെ ഉണ്ട്? ക്രംബിൾഡ് പേപ്പേഴ്സ് ഉണ്ട്, ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഷൈനി ബോട്ടിൽസ്, തിളക്കമുള്ള ബോട്ടിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ടാറ്റേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
കീറിപ്പറിഞ്ഞ ക്ലോത്ത്സ് ആണുള്ളത്. സ്കാറ്റേർഡ് എവ്രി വൺ, ചിതറിപ്പോയ അവസ്ഥയിലാണ്. നമുക്കറിയാം ഒരു ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡസ്റ്റ്ബിനിലെല്ലാം എഴുതി അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അവിടെയും കാണുന്നത്. The children's loafer drank like bells amidst the garbage. അപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? amidst എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവിൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു ഗാർബേജിൻ്റെ നടുവിലായിട്ടിരുന്നിട്ട് കുട്ടികൾ ഇങ്ങനെ പൊട്ടി ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്, ചിരിക്കുമായിരുന്നു. ബട്ട് ഈ സാഡ്നെസ് ലിംഗേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. പക്ഷേ ലിംഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുക. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു സാഡ്നെസ്, ഒരു ദുഃഖം അപ്പോഴും താമസിക്കുന്നുണ്ട്, അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ സന്തോഷിക്കുന്നുണ്ട്, പൊട്ടിച്ചിരിക്കുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ സങ്കടമുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന് താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു സ്കൂൾ? വാട്ട് ഡു യു തിങ്ക്? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള അവസരമൊക്കെ കിട്ടാറുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കിട്ടാറുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? നോ, നോട്ട് ഓൾ ചിൽഡ്രൻ ഗെറ്റ് ചാൻസ് ടു ഗോ ടു സ്കൂൾ. എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള ചാൻസ് ഒന്നും കിട്ടാറില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബട്ട് ഈ സാഡ്നെസ് ലിംഗേർഡ് ഇൻ ദെയർ ഹാർട്ട്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ദുഃഖം താമസിക്കുന്നുണ്ട്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ബിക്കോസ് ദേ ആർ നെവർ വെൻ ടു സ്കൂൾ. അവർ ഇതുവരെയും സ്കൂളിലേക്ക് പോയിട്ടില്ല. ദേ ഫൗണ്ട് സം പേപ്പേഴ്സ് ഫ്രം ദ ഗാർബേജിൽ നിന്നും കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടി. സോ ദേ ഫീൽ സാഡ്നെസ്. അങ്ങനെയാണ് അവർക്ക് ഒരു ദുഃഖം വന്നത്. ആ ഒരു പേപ്പറൊക്കെ കണ്ടപ്പോൾ അവർക്ക് ദുഃഖം വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എ തേഴ്സ്റ്റ് ടു റീഡ് എന്നുള്ളതാണ്. തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാഹം എന്നാണ് അർത്ഥം. ദാഹം എന്തിനുള്ള ദാഹമാണ്? വായിക്കാനുള്ള ദാഹമാണ്. വായിച്ചു നോക്കാം. എവ്രി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എല്ലാ ദിവസവും രാവിലെ ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്നത്, ബസ്സിൽ പോകുന്നത് അവർ കാണാറുണ്ട്. ദേ വോർ ക്ലീൻ ആൻഡ് അയൺഡ് യൂണിഫോംസ്. അപ്പോൾ അവരെങ്ങനെയാണ്? നല്ല വൃത്തിയുള്ള അയൺ ചെയ്തിട്ടുള്ള യൂണിഫോം ഒക്കെയാണ് ധരിച്ചിട്ടുള്ളത്. സം ഓഫ് ദം വേർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. അപ്പോൾ ചില കുട്ടികൾ ആ ബസ്സിലിരുന്നു കൊണ്ട് ബുക്സൊക്കെ വായിക്കുന്നത് കാണാം, പക്ഷെ അവരാരും ഈ കുട്ടികളെ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. വളരെ ക്യൂരിയസ് ആയിട്ട്, വളരെ എന്താ പറയുക, ഇതോട് കൂടിയിട്ട് അവർ ഈ ജിജ്ഞാസയോട് കൂടിയിട്ട് ഈ ബസ്സിൽ പോകുന്ന കുട്ടികളെ നോക്കാറുണ്ട്. ദേ ക്ലച്ച്ഡ് ദ ക്രംബ്ഡ് പീസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. ക്ലച്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറുകെ പിടിക്കുക. അപ്പോൾ അവർ മുറുകെ പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്ത്? ആ ക്രംബിൾഡ്, അവിടെ നിന്നും കിട്ടിയ ആ ഒരു ചുരുട്ടിക്കൂട്ടിയ പേപ്പർ അവരെപ്പോഴും കയ്യിൽ, ഗാർബേജിൽ നിന്നും കിട്ടിയ ആ ഒരു പേപ്പർ അവരെപ്പോഴും കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. അപ്പം ആ ബസ്സിൽ പോകുന്ന കുട്ടികൾ വായിക്കുന്ന പോലെ തന്നെ ഇവരും എന്ത് ചെയ്യും? അവരെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, അവരെ അനുകരിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്? ആ സ്കൂൾ ബസ്സിലെ കുട്ടികളെ എന്തുകൊണ്ടായിരുന്നു ഈ കുട്ടികളെ വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ്? ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ് ബിക്കോസ് അതർ ചിൽഡ്രൻ വെർ ഗോയിങ് ടു സ്കൂൾ. കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ്. ദേ വോർ ക്ലീൻ ആൻഡ് അയൺഡ് യൂണിഫോം. അവർ നല്ല വൃത്തിയുള്ള അയൺ ചെയ്ത യൂണിഫോം ആയിരുന്നു ധരിച്ചിരുന്നത്. സം ഓഫ് ദം വെർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ. അവർ ചില കുട്ടികൾ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും ഇവരെ ഒന്നും മെയിൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഒരു ക്യൂരിയസ് ഒക്കെ തോന്നിയത്, അവർ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോഴാണ്. നെക്സ്റ്റ് വൺ, ദ ഹിഡൻ ട്രഷർ എന്നുള്ളതാണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുക. ഓക്കെ, അപ്പം മറഞ്ഞു കിടക്കുന്ന ഒരു ട്രഷറിനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. വൺ ഡേ എ വുമൺ കെയിം ദർ. ഒരു ദിവസം ഒരു സ്ത്രീ അങ്ങോട്ട് വന്നു. ഷീ വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. അപ്പോൾ ഒരു വൈറ്റ് കുർത്ത ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെയായിട്ട് ഒരു റെഡ് ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഷോള് ഇട്ടിട്ടുണ്ട്. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. കുട്ടികൾ ആരും ആ ഒരു സ്ത്രീയെ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടൊന്നുമില്ല. ദേ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. അവർ വളരെ അത്ഭുതത്തോട് കൂടിയിട്ട് അവരെങ്ങനെ നോക്കി. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അപ്പോൾ ആ കുട്ടികളെ നോക്കിയിട്ട് ആ സ്ത്രീ എന്ത് ചെയ്തു? ചിരിച്ചു. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. അപ്പോൾ ഒരു പൊട്ടിയ പ്ലാസ്റ്റിക് ക്യാൻ എടുത്തിട്ട് കുട്ടികളെ നോക്കിയിട്ട് ചോദിച്ചു, ഞാനിവിടെ ഇത്തിരി നേരം ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് അവരതിൽ ഇരിക്കുകയും ചെയ്തു, ആ പൊട്ടിയ പ്ലാസ്റ്റിക്കിൽ ഇരിക്കുകയും ചെയ്തു. ദ ചിൽഡ്രൻ വർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക് അറ്റ് ഈച്ച് അതർ. അപ്പോൾ ആ കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ തോന്നി. എന്തിനാണ് ഇതുവരെ ഇവിടെ വന്നിരിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് എന്നുള്ളതൊക്കെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുകയാണ്.
ഷീ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. അവരുടെ ബാഗ് തുറന്നിട്ട് അതിൽ നിന്നും എന്തോ ഒരു സാധനം എടുക്കുകയാണ്. ആ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, അവർ ആ ഒരു പൊട്ടിയ ക്യാനിലിരിക്കുകയാണ്. അവരുടെ ബാഗിൽ നിന്നും എന്തോ ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൂ മേ ബി ദ ലേഡി, വൈ ഡിഡ് ഷീ കം ദർ. ആരായിരിക്കും ആ ലേഡി, അവർ എന്തിനായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക അതൊന്നും നമുക്ക് അറിയില്ല അല്ലേ, നമ്മൾ ഇതുവരെ പഠിച്ചതിൽ അതൊന്നുമില്ല, അതുകൊണ്ടാണ് ആൻസർ എഴുതാത്തത്. വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്, ക്യാൻ യു ഗസ്. എന്തായിരിക്കും അവരുടെ ബാഗിൽ ഉണ്ടാവുക, നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ചിലപ്പോൾ എന്തെങ്കിലും സാധനം വിൽക്കാൻ വേണ്ടി വന്നതാവും അല്ലേ, എന്താണെന്ന് നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം. ദെൻ വി ടു ഹാവ് നെയിംസ്. എന്താണ്, ഞങ്ങൾക്കും നെയിംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദ ചിൽഡ്രൻ വെർ ക്യൂരിയസ് ആൻഡ് ഇൻച്ച്ഡ് ക്ലോസർ. അവർക്ക് വളരെയധികം ജിജ്ഞാസ തോന്നുകയും അവർ ഈ ഒരു സ്ത്രീയോട് ഒന്നും കൂടെ അടുത്ത് ഇരിക്കുകയും ചെയ്തു. ദേ വർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷർ ഹിഡൻ ഇൻ ഹെർ ബാഗ്. അപ്പോൾ അവരുടെ ബാഗിലുള്ള ആ ഒരു ട്രഷർ, ആ ഒരു നിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ഈഗർ ആയിരുന്നു. ഈഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാംക്ഷയിലായിരുന്നു. ഓക്കെ. The woman revealed a collection of vibrant books including deep blues, bright yellows and rich reds. അപ്പോൾ എന്താണ്, അവർ ആ ഒരു ബാഗിൽ നിന്നും എടുത്തത് വൈബ്രൻ്റ് ആയിട്ടുള്ള വൈവിധ്യങ്ങളായിട്ട് ഒരുപാട് ബുക്സ് ആണ് എടുത്തിട്ടുള്ളത്, റിവീൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഏതൊക്കെ ഉണ്ട്, ഡീപ്പ് ബ്ലൂ കളറിൽ, ബ്രൈറ്റ് യെല്ലോയിൽ, റിച്ച് റെഡിൽ, ഇതിലൊക്കെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള ബുക്സ് ആണ് അവരെടുത്തത്. ഷീ സ്മൈൽഡ് അറ്റ് ദം. എന്നിട്ട് അവർ ഈ കുട്ടികളെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. നിങ്ങളുടെ സ്വീറ്റ് നെയിം ഒന്ന് പറഞ്ഞതായോ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം നോക്കുകയാണ്. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിം. ഇതുവരെ അവരുടെ അടുത്ത് ഒരാൾ പോലും പേരൊന്നും ചോദിച്ചിട്ടില്ല. മുത്തു, നിന്നു, താജു. എസിസ്റ്റൻ്റ്ലി ദേ അറ്റേർഡ് ദെയർ നെയിംസ്. അവർക്ക് യാതൊരു മടിയും കൂടാതെ, എസിസ്റ്റൻ്റ്ലി പറഞ്ഞാൽ യാതൊരു മടിയും കൂടാതെ അവരവരുടെ പേരൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങി. They wanted to know her name. Their eyes were asking for it. അപ്പോൾ ഇവർക്ക് എന്താണ്, വന്നിട്ടുള്ള ലേഡിയുടെ പേരും അറിയണമായിരുന്നു. അപ്പോൾ അവർ അത് ചോദിക്കാൻ വേണ്ടി അവരുടെ കണ്ണുകളിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലേഡിക്ക് പറ്റുന്നുണ്ടായിരുന്നു. കോൾ മീ ദീദി, ദ വുമൺ സൈഡ് പ്ലസൻ്റ്ലി. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ദീദി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ലേഡിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി എന്നുള്ളത്. ദെൻ ഈ നോക്കൂ, ഇതാണ് വൈബ്രൻ്റ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ അല്ലേ. ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദി പ്രസൻസ്, വൈ. ആ കുട്ടികൾക്ക് ദീദിയുടെ പ്രസൻസ് ഇഷ്ടമായിട്ടുണ്ടാവുമോ, എന്താ തോന്നുന്നത്? യെസ്, ദ ചിൽഡ്രൻ അപ്പിയർ ടു ലൈക്ക് ദീദീസ് പ്രസൻസ്. അവരുടെ ആ ഒരു അപ്പിയറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവർക്ക് ആ ദീദിയെ ഇഷ്ടമായിട്ടുണ്ട് എന്നുള്ളത്. ദ നെക്സ്റ്റ് വൺ വേൾഡ് ഓഫ് വണ്ടേഴ്സ് എന്നുള്ളതാണ്, അത്ഭുതങ്ങളുടെ ലോകം. ദീസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി. അപ്പോൾ ദീദി പറഞ്ഞു, ഈ ബുക്സ് ഒക്കെ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. ഫോർ അസ് എക്സ്ക്ലെയിംഡ് നീനു. അപ്പോൾ നീനു വളരെ ആശ്ചര്യത്തോടു കൂടി ചോദിക്കുകയാണ്, ഞങ്ങൾക്കോ? ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അതർ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാൾ മറ്റൊരാളെ നോക്കാൻ വേണ്ടി തുടങ്ങി. ദേ ബിഗൻ ടു ടേൺ ദ പേജസ്. അങ്ങനെ അവർ ആ പുസ്തകത്തിൻ്റെ പേജൊക്കെ ടേൺ ചെയ്യാൻ, മറിക്കാൻ വേണ്ടി തുടങ്ങി. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്, ഓക്കെ ഡിയേഴ്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എനിക്ക് പോകാനുള്ള സമയമായി എന്ന് പറയാണ്. സി യു ദീദി. സി യു ദീദി എന്ന് പറയാണല്ലേ. സി യു ടുമോറോ ദീദി സെഡ് ആൻഡ് വേവ്ഡ് അറ്റ് ദം. നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചുകൊണ്ട് ദീദി പോവുകയാണ് ചെയ്യുന്നത്. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. അപ്പോൾ കുട്ടികളും തിരിച്ച് കൈ കൊണ്ട് ടാറ്റ കാണിച്ചു. വേവ്ഡ് എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ മൂവ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ദ ഡിഡ് നോട്ട് വിങ് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയേർഡ്. അപ്പോൾ ആ ഒരു റെഡ് ഷാള് മറയുന്നത് വരെ അവരെന്ത് ചെയ്തു, അവരുടെ കണ്ണുകളൊന്നും അടക്കാതെ ചിമ്മാതെ അവരിങ്ങനെ നോക്കി നിന്നു. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. അവർ ആ ബുക്സ് ഒക്കെ എടുത്തു. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇലുസ്ട്രേഷൻസ്. അപ്പോൾ ഓരോ ബുക്സും എന്താണ്, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റോറീസും ഇലുസ്ട്രേഷൻസും, നല്ല ഭംഗിയുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ വരച്ചിട്ടുള്ളതാണ്. ദേ വർ നോട്ട് ഏബിൾ ടു റീഡ് ദ സ്റ്റോറീസ്. പക്ഷെ എന്താണ്, അവർക്ക് ആ സ്റ്റോറീസ് ഒന്നും വായിക്കാൻ വേണ്ടി പറ്റില്ല. ബട്ട് ദേ ഇമാജിൻ സം സ്റ്റോറീസ് ബൈ ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്. പക്ഷേ ആ പിക്ചേഴ്സ് കണ്ടുകൊണ്ട് അവർ കുറച്ച് സ്റ്റോറീസൊക്കെ ഇമാജിൻ ചെയ്തു വെച്ചിരുന്നു. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ ചിൽഡ്രൻ കീപ്പ് വാച്ചിങ് അൻറ്റിൽ ദീദീസ് റെഡ് ദുപ്പട്ടാസ് അപ്പിയേർഡ്. ദീദിയുടെ ആ റെഡ് ദുപ്പട്ട മറയുന്നത് വരെ എന്തുകൊണ്ടാണ് കുട്ടികൾ നോക്കി നിന്നിട്ടുണ്ടായിരിക്കുക? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ വർ ഫോണ്ട് ഓഫ് ദീദി ആൻഡ് അപ്രീഷിയേറ്റഡ് ദ ബുക്സ് ഷീ ഗേവ് ടു ദം. അവർക്ക് കൊടുത്തിട്ടുള്ള ആ ബുക്കിലെ ഒരു അപ്രീഷിയേഷൻ എന്ന രീതിയിലാണ് അവർ ആ ഒരു ദീദിയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ നോക്കി നിന്നത്. നെക്സ്റ്റ് വൺ അവർ ദീദി. നമ്മുടെ ദീദിയെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്.
ദീദി ബിഗൻ ടു കം എവറി ഡേ. അങ്ങനെ ദീദി എല്ലാ ദിവസവും വരാൻ വേണ്ടി തുടങ്ങി. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ദീദിയുടെ കൂടെ അവിടെ ഇരുന്നിട്ട് ഓരോ കഥകളും കേൾക്കാൻ വേണ്ടി തുടങ്ങും. വാവ്, വാട്ട് എ ഫണ്ടാസ്റ്റിക് ടെയിൽസ് ദീദി, റീഡ് ഔട്ട് ടു ദം. എന്താണ് നല്ല അടിപൊളിയായിട്ടുള്ള ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള കഥകളല്ലേ ദീദി, ഇത് ഒന്ന് വായിക്കുക എന്നുള്ള രീതിയിൽ പറയാണ്. സ്ലോലി ദേ ബിഗൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അങ്ങനെ പതുക്കെ ഇവരെന്ത് ചെയ്തു, ഇവർക്കൊന്നും വായിക്കാനൊന്നും അറിയില്ല. പതുക്കെ ഇവർ ഓരോ ലെറ്റേഴ്സും വേർഡ്സും ഒക്കെ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. ബിഫോർ ലോങ് ദേ വേർ റീഡിങ് സ്റ്റോറീസ് ടു. അങ്ങനെ മുൻപൊന്നും ഇവർ സ്റ്റോറീസ് ഒന്നും വായിച്ചിട്ടില്ല. പതുക്കെ അവർ സ്റ്റോറീസൊക്കെ ഇങ്ങനെ വായിക്കാൻ വേണ്ടി തുടങ്ങി. ദേ ബിഗൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. ദീദി അവർക്ക് വളരെ ആഴത്തിൽ തന്നെ ഒരുപാട് ഇഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ദേ ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദീദി സീറ്റ്. അങ്ങനെ ദീദി ഇരിക്കുന്ന സീറ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. ദേ ബ്രോട്ട് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. അപ്പോൾ എന്ത് ചെയ്തു, അവന് വേണ്ടിയിട്ട് അവർ ഒരു ചെയർ വാങ്ങിച്ചു, അതുപോലെ തന്നെ ഒരു ചെറിയ കാർപ്പറ്റ്, കുറച്ച് കർട്ടനും ഒക്കെ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ബൈ നൗ ദീദി സ്പേസ് ലുക്ക് ലവ്ലി. ഇപ്പോൾ ദീദിയുടെ സ്പേസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ട് വളരെ നല്ല ഭംഗിയായിട്ട് മാറ്റിയിട്ടുണ്ട്. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷെ എന്താണ്, ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. പിറ്റേ ദിവസവും അവർ വെയിറ്റ് ചെയ്തു, പക്ഷേ പിറ്റേ ദിവസവും ദീദി വന്നില്ല. ദ ചിൽഡ്രൻ വർ വറീഡ്. അപ്പോൾ അവർക്ക് വളരെയധികം എന്താണ് മനസ്സിൻ്റെ ഉള്ളിലൊരു ആവലാതിയൊക്കെ തോന്നുകയാണ്, എന്ത് പറ്റി ദീദിക്ക്. യെറ്റ് ദേ കണ്ടിന്യൂ ടു വെയിറ്റ്. അവർ കുറേ നേരം വെയിറ്റ് ചെയ്തു. ബട്ട് ഷീ ഡിഡിൻ കം. പക്ഷേ ദീദി എന്താണ്, ദീദി അതിനുശേഷം വരികയേ ചെയ്തില്ല. ദെൻ ഇതാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദി സീറ്റ്. എങ്ങനെയാണ് ആ കുട്ടികൾ ആ ദീദിയുടെ സീറ്റ് ഭംഗിയാക്കിയത്, എങ്ങനെയായിരുന്നു. ദേ ബിഗാൻ ടു ലവ് ദീദി വെരി മച്ച്. അവർക്ക് ദീദി ഒരുപാട് ഇഷ്ടമായിരുന്നു. ദേ സ്റ്റാർട്ടഡ് ടു ഡെക്കറേറ്റ് ദീദീസ് പ്ലേസ് ബൈ കീപ്പിംഗ് എ ന്യൂ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. അപ്പോൾ അവരെന്ത് ചെയ്തു, പുതിയ ചെയർ വാങ്ങിച്ചു, പുതിയ കാർപ്പറ്റിൻ്റെ പീസ് എടുത്തു, അതുപോലെ തന്നെ കർട്ടൻസും ഇട്ടു. എന്നിട്ട് ഈ കാണുന്ന പോലെ അവർ ഡെക്കറേറ്റ് ചെയ്തു. ബൈ ഡെക്കറേറ്റിംഗ് ലൈക്ക് ദിസ് ദീദീസ് പ്ലേസ് ലുക്ക് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തതോട് കൂടിയിട്ട് ദീദിയുടെ ആ സ്പേസ് നല്ല ഭംഗിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദീദി. ക്യാൻ യു ഗസ്. എന്തായിരിക്കും ദീദിക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. ദീദിക്ക് വല്ല അസുഖമായിട്ടുണ്ടാവും അല്ലേ. സോ ഷീ മൈറ്റ് ബി ഇൽ. അവൾക്ക് എന്തെങ്കിലും അസുഖം ആയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് വൺ, എ ക്ലൂ എന്നുള്ളതാണ്, ഒരു സൂചനയാണ് ഇവിടെ പറയുന്നത്. One day in a book they saw Didi's address written on the last page. ഒരു ദിവസം ഇവർ ഒരു ബുക്കിൻ്റെ ലാസ്റ്റ് പേജിൽ ദീദിയുടെ അഡ്രസ്സ് എഴുതിയതായിട്ട് കണ്ടു. They noted it down. അപ്പോൾ അവർ അപ്പം തന്നെ അത് നോട്ട് ചെയ്തു. എക്സൈറ്റ്ലി ദേ വെൻ ഇൻ സെർച്ച് ഫോർ എർ. അങ്ങനെ ആവേശകരമായിട്ട് അവർ എന്ത് ചെയ്യാണ്, അവർ ദീദിയെ സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ദ ക്യാരിയഡ് ദ ബുക്സ് വിത്ത് ദം. ആ ബുക്സും കൂടെ അവരുടെ സെർച്ച് ചെയ്യുമ്പോൾ കൊണ്ടുപോയി. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. ഇപ്പം എന്താണ്, കുട്ടികൾക്ക് ബസ്സിൻ്റെ നമ്പറും ഡെസ്റ്റിനേഷനും ഒക്കെ വായിക്കാൻ വേണ്ടി പറ്റും അല്ലേ. ദ ട്രാവൽ ടു ദീദീസ് പ്ലേസ്. അങ്ങനെ അവർ ദീദിയുടെ പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. ദ സെർച്ച് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. പക്ഷേ ഇപ്പോൾ ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ, അവിടെ ഒരുപാട് വീടുകളുണ്ടായിരിക്കും. അപ്പോൾ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദീദിയുടെ വീട് സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ബട്ട് ദേ കുഡിൻ ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവർക്ക് എന്താണ്, അത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ്. അവർ വളരെ ക്ഷീണിച്ചു, അതുപോലെ തന്നെ വളരെ സങ്കടത്തിലുമായി. ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അപ്പോൾ അവർ തീരുമാനിച്ചു, ഇനി നമുക്ക് തിരിച്ചു പോകാം, ദീദിയെ കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു. ജസ്റ്റ് ആസ് ദേ വേർ റിട്ടേണിങ് സംവൺ സോ എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ്. അങ്ങനെ അവർ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരാൾ ഒരു റെഡ് ദുപ്പട്ട ഒരു ടെറസിൽ ഇങ്ങനെ കണ്ടത്. ദ റാൻ ടു ദാറ്റ് ഹൗസ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ വീട്ടിലേക്ക് ഓടിപ്പോയി. ദേ സോ ദീദി ലേയിങ് ഇൻ ദ ബെഡ്. അപ്പോൾ അവരവിടെ കണ്ടു, ദീദി എന്താണ് ഒരു ബെഡിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു. ഷീ ലുക്ക്ഡ് വെരി ഇൽ. അവർക്ക് വളരെ അസുഖം ബാധിച്ച രീതിയിൽ ആയിരുന്നു. അപ്പോൾ ഇതാണ് കുട്ടികൾ കണ്ടിട്ടുള്ള റെഡ് ദുപ്പട്ടയുടെ പിക്ചർ. ഇനി ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്. എങ്ങനെയാണ് ദീദിയുടെ ഹൗസ് അവർ കണ്ടുപിടിച്ചത്. ദ ചിൽഡ്രൻ ഫൗണ്ട് ദീദീസ് ഹൗസ് വെൻ വൺ ഓഫ് ദം സ്പോട്ടഡ് എ റെഡ് ദുപ്പട്ട ഓൺ എ ടെറസ് ആസ് ദ റിട്ടേണിംഗ് ഹോം ആസ് ദ റെക്കഗ്നൈസ്ഡ് ഇറ്റ് ആസ് ദീദീസ്. അപ്പോൾ അവർ തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ ടെറസിൽ ഒരു റെഡ് ദുപ്പട്ട കണ്ടു. അപ്പോൾ അവർക്ക് ദീദിയുടെ വീടാണെന്ന് അതെന്ന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദീദീസ് ഫീലിംഗ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ. ഈ കുട്ടികളെ കാണുമ്പോൾ എന്തായിരിക്കും ദീദിയുടെ ഫീലിങ്സ്.
ദീദി ലൈക്ലി ഫെൽറ്റ് റിലീവ്ഡ്, ഹാപ്പി ആൻഡ് പോസിബിളി കംഫർട്ടഡ്. അപ്പോൾ ദീദിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും അതുപോലെ തന്നെ ഒരു കംഫർട്ടായിട്ട് തോന്നുകയും ഒക്കെ ചെയ്യും അല്ലേ. അതാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്താണ് ദീദിക്ക് തോന്നുന്ന ഫീലിങ്സ് എന്നുള്ളത്. ദ മാജിക് ഓഫ് വേർഡ്സ്, എന്താണ് വാക്കുകളുടെ മാജിക്, മാന്ത്രികത. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ്ഡ് ടു സീ ദ ചിൽഡ്രൻ. അപ്പോൾ ഈ കുട്ടികളെ കണ്ടതോട് കൂടിയിട്ട് ദീദി വളരെയധികം ഹാപ്പി ആവുകയും സർപ്രൈസ് ആവുകയും ഒക്കെ ചെയ്തിരുന്നു. ഷി സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അപ്പോൾ അവർ ആ ബെഡിൽ തന്നെ ഒന്ന് എണീച്ചിരുന്നു, എന്നിട്ട് ചിരിച്ചു. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു, അവരുടെ ആ ഒരു ദീദിയുടെ ചുറ്റും ഇരുന്നിട്ട് ബുക്സൊക്കെ സ്റ്റോറീസൊക്കെ വായിക്കാൻ വേണ്ടി തുടങ്ങി. ടിയേഴ്സ് ഓഫ് ജോയ് ഫിൽഡ് ദീദീസ് ഐസ്. അപ്പോൾ ദീദിയുടെ കണ്ണുകളിൽ ആ ഒരു സന്തോഷം ഇങ്ങനെ നിറഞ്ഞ് കണ്ണുനീരായിട്ട് ഒഴുകുകയാണ്. ഷി ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. അങ്ങനെ ദീദി എന്ത് ചെയ്തു, ഇവരെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയാണ്. ഷി പ്രോമിസ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ദീദി പ്രോമിസ് ചെയ്തു നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്തായാലും കണ്ടുമുട്ടാം എന്നുള്ളത്. ദ ചിൽഡ്രൻ റിട്ടേൺ ഹോം ഹാപ്പിലി. അപ്പം അത് കേട്ടപ്പോൾ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കുട്ടികൾ ഇരുന്ന് വായിക്കുന്നത്. ദെൻ നൗ ദീദി കംസ് എവറി ഡേ. അങ്ങനെ എന്ത് ചെയ്തു, ദീദി എല്ലാ ദിവസവും വരാൻ വേണ്ടി തുടങ്ങി. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്. എല്ലാ ഈവനിങ്ങിലും അവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യു ക്യാൻ സീ ദം ലഫിങ്. അങ്ങനെ അവരെന്ത് ചെയ്തു, അവരിങ്ങനെ ചിരിക്കാനൊക്കെ തുടങ്ങി. യു ക്യാൻ ഹിയർ ദം റീഡിങ്. അവരുടെ ആ ഒരു വായനയും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദ ചിൽഡ്രൻ ദയർ ദീദി ആൻഡ് ദ ബുക്സ്. ആരൊക്കെയാണ്, ചിൽഡ്രനിനെ, ആ കുട്ടികളെയും ദീദിയെയും ബുക്സിനെയും ഒക്കെയാണ് നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നത്. രുക്മിണി ബാനർജി എഴുതിയ ഒരു സ്റ്റോറിയാണിത്. വളരെ നല്ല സ്റ്റോറിയാണല്ലേ. റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത്. ഇനി 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലീവ്സ്. ഈ കുട്ടികളുടെ ജീവിതത്തിൽ ദീദിയുടെ വരവ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. ടോട്ട് ദ ചിൽഡ്രൻ ടു റീഡ്. ആ കുട്ടികളെ എങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് പഠിപ്പിച്ചു. ദ ചിൽഡ്രൻ ബിക്കെയിം വെയ്സ് ഓർ നോളജബിൾ. ഇപ്പോൾ അവർ നല്ല ബുദ്ധിയുള്ളവരും നല്ല വിവരമുള്ളവരുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് റീഡിംഗ് ആണല്ലേ. റീഡിങ്ങിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഗ്ലോസറി, ഇതിൽ കുറച്ച് ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.